നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദില്ലി കേരള ഹൗസിൽ ഇപ്പോൾ വലിയ ജഗപൊക നടക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം വിശദീകരണം ചോദിച്ച് ചോദ്യം ചെയ്യുകയാണ്. കാര്യം നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായി. അത് കാലതാമസം അല്ലെങ്കിൽ താമസിച്ച് ചെന്നതുകൊണ്ടൊന്നുമല്ല. 2:50 ഫ്ലൈറ്റ്. 2:05 തന്നെ പിണറായി വിജയനെ ജീവനക്കാർ വിമാനത്താവളത്തിൽ എത്തിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ ലോഞ്ചിൽ കയറി വെറുതെ ഇരുന്നു. കഴിഞ്ഞ 10 വർഷവും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ലോഞ്ചിൽ കയറി വെറുതെ ഇരിക്കുക, മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് എന്ന് വിമാനത്താവള കമ്പനികളെ അറിയിക്കുക, എല്ലാ യാത്രക്കാരും കയറിയതിനു ശേഷം വിമാനത്താവള കമ്പനി അധികൃതർ വന്ന് പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടുപോവുക, അപ്പോൾ പിണറായി വിജയൻ വിമാനത്തിനകത്തേക്ക് കയറും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തനിക്ക് അധികാരം നഷ്ടപ്പെട്ട കാര്യം പോലും മറന്നുകൊണ്ട് പിണറായി വിജയൻ അതേ കണക്ക്, പ്രതിപക്ഷ നേതാവാണ്, പ്രോട്ടോക്കോൾ ഉണ്ട്, പക്ഷേ ആ പ്രതിപക്ഷ നേതാവിനെ വിമാനത്താവള കമ്പനി എങ്ങനെ പരിഗണിക്കുമെന്ന് പോലും അറിയാതെ, ആലോചിക്കാതെ, വിമാനം പോകുന്നതും വരുന്നതുമൊന്നും അറിയാതെ, അവിടുത്തെ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കാതെ പിണറായി വിജയൻ ഈ ലോഞ്ചിനകത്ത് കയറിയിരുന്നു. അവസാനം ഫൈനൽ കോൾ കഴിഞ്ഞു. വിമാന കമ്പനി അധികൃതർ ആരും തന്നെ ഈ പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയില്ല. വിമാനം അതിൻ്റെ പാട്ടിന് പറന്ന് കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പിണറായി വിജയന് വിമാനം മിസ്സായി. പിന്നീട് രണ്ടാമത്തെ വിമാനം രാത്രി 7 മണിക്കോ മറ്റേയുള്ള വിമാനം ഏതാണ്ട് 5-6 മണിക്കൂർ വിമാനത്താവളത്തിൽ ഒറ്റയ്ക്ക് കുറ്റിയടിച്ച് പോസ്റ്റായി ഇരുന്നതിന് ശേഷമാണ് കണ്ണൂരിലേക്ക് ഉള്ള മറ്റൊരു വിമാനത്തിൽ കയറി പിണറായി വിജയൻ നാട്ടിലെത്തിയത്. ഈ സംഭവത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേരള ഹൗസിൽ വലിയ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നത്. കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണർ, അദ്ദേഹം ഇപ്പോൾ വിദേശയാത്രയിലാണ് എന്നാണ് സൂചന. റെസിഡൻറ്റ് കമ്മീഷൻ അസിസ്റ്റൻറ്റ് റെസിഡൻറ്റ് കമ്മീഷണറോട്, അതായത് ARCയോട് വിശദീകരണം ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ARC ഇപ്പോൾ അവിടെയുള്ള മുഴുവൻ ജീവനക്കാരോടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്തുകൊണ്ട് വിമാനത്താവളത്തിൽ എത്താൻ വൈകിയോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിമാനം കിട്ടിയില്ല എന്നൊക്കെയുള്ള ചർച്ചകളാണ് കേരള ഹൗസിൽ നടക്കുന്നത്. പിണറായി വിജയനെ വിമാനത്താവളത്തിൽ കൊണ്ടുചെന്ന് വിട്ട ഡ്രൈവർ, അതോടൊപ്പം തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അടക്കം, കേരള ഹൗസിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ റിസപ്ഷൻ സ്റ്റാഫ്, പ്രോട്ടോക്കോൾ ഓഫീസർ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോട്ടോക്കോൾ ഓഫീസർ, റിസപ്ഷൻ സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻ്റ്, ഡ്രൈവർ എന്നിങ്ങനെയുള്ള നിരവധി ജീവനക്കാരോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഫ്ലൈറ്റ് കിട്ടാത്തത്? ഇവരെല്ലാം വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. ഡ്രൈവർ കൃത്യസമയത്ത് വിമാനത്താവളത്തിൽ പിണറായി വിജയനെ എത്തിച്ചിട്ടുണ്ട്. പ്രോട്ടോക്കോൾ ഓഫീസർ വിമാന കമ്പനിയെ പിണറായി വിജയൻ അവിടെ എത്തിയ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇമെയിൽ മുഖാന്തിരം അറിയിച്ചിരുന്നു. മാത്രമല്ല അവിടെ എത്തി നേരിട്ടും പിണറായി വിജയൻ ലോഞ്ചിലുണ്ട് എന്ന കാര്യം ഈ വിമാന കമ്പനിയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് എന്തിനാണ് വിശദീകരണം ചോദിച്ചത് എന്നറിയില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോ എന്നായിരിക്കും ചോദിച്ചിരിക്കുക. റിസപ്ഷൻ സ്റ്റാഫിനോട് ചോദിച്ചു, റിസപ്ഷനിൽ എന്തെങ്കിലും താമസമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു. പക്ഷേ കേരള ഹൗസിൽ കാര്യങ്ങളെല്ലാം ക്ലീനാണ്. കാരണം പിണറായി വിജയൻ 2:05 തന്നെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇനി ഈ പ്രോട്ടോക്കോൾ ഓഫീസറുടെ ആശയവിനിമയം, അതാണ് ഒന്നുകൂടി പരിശോധിക്കാനുള്ളത്. പക്ഷേ പ്രോട്ടോക്കോൾ ഓഫീസർ നൽകുന്ന വിവരമനുസരിച്ച് കൃത്യമായി തന്നെ ഇമെയിൽ മുഖാന്തിരം വിമാന കമ്പനിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പ്രോട്ടോക്കോൾ ഓഫീസർ പറയുന്നത്. തീർച്ചയായും ഇനി അന്വേഷണം നടക്കേണ്ടത് വിമാന കമ്പനിയാണ്. വിമാന കമ്പനി അവരുടെ സ്റ്റാഫുകളോട് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ, ലോഞ്ചിലിരിക്കുന്ന പിണറായി വിജയനെ വിമാനത്തിൻ്റെ യാത്രയെക്കുറിച്ച് അറിയിക്കാൻ വിട്ടുപോയോ എന്നുള്ളതിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വീകരിച്ച് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വീകരിക്കാൻ അവർക്ക് നിവൃത്തിയുണ്ടോ? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവർക്കിങ്ങനെ സ്വീകരിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി വിമാന കമ്പനി പരിശോധിക്കുക. അങ്ങനെ വിമാന കമ്പനി പരിശോധിക്കാൻ നിൽക്കുമോ എന്ന് പോലും അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ടാണ് വിമാന കമ്പനി ആക്ട് ചെയ്യുക. പാസഞ്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാസഞ്ചർ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും വിമാനം പറന്നു പോകും. കാരണം ആ വിമാനത്തിൽ കൃത്യസമയത്ത് എത്തേണ്ട ഒട്ടനവധി യാത്രക്കാരുണ്ട്. 1-2 യാത്രക്കാരുടെ വൈകി വരൽ കാരണം അവരുടെ യാത്ര മുടങ്ങിക്കൂടാ. അതുകൊണ്ട് തന്നെ വിമാനത്താവള അധികൃതരും വിമാന കമ്പനി അധികൃതരുമെല്ലാം ഇക്കാര്യത്തിൽ വളരെയധികം സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ വിമാനം കൃത്യസമയത്ത് പറന്നു പോവുകയും ചെയ്തു. പിന്നീട്
ഏതാണ്ട് മണിക്കൂറുകളോളം പിണറായി വിജയൻ അവിടെ പോസ്റ്റ് ആവുകയും അതിനുശേഷം അവിടെ നിന്ന് കണ്ണൂരിലേക്ക് രണ്ടാം വിമാനത്തിൽ പോവുകയും ഒക്കെ ചെയ്യുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴും ചെറിയ പ്രോട്ടോകോൾ പിണറായി വിജയൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഹൗസിൽ വിശദീകരണം ചോദിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണറാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചത്. ജീവനക്കാരെല്ലാം തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന വിശദീകരണം നൽകിയിട്ടുമുണ്ട്.